നന്മയും തിന്മയും ദൈവം നോക്കുന്നു. നല്ല യാഗമാണോ യേശുവിന് നീ അർപ്പിക്കുന്നത്, അത് യഹോവ പ്രസാദിക്കും, അനുഗ്രഹിക്കും. ദോഷമാണോ ദൈവത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നത്, അത് ദോഷമായിട്ട് യേശു കണക്കിടും. അവിടെ നീ കോപിച്ചത് കൊണ്ടോ വിദ്വേഷം കാണിച്ചത് കൊണ്ടോ നിനക്ക് ഒന്നും കിട്ടാനില്ല, ശാപം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അന്നത്തെ യാഗം കൃഷിഫലത്തിൽ മൃഗജാതികളുടെമായിരുന്നെങ്കിൽ ഇന്നത്തെ യാഗം യേശുവിന്റെ മുമ്പിൽ കടന്നു വരുമ്പോ സ്തോത്രം പറയുന്നവരായിരിക്കണം. അതാണ് യേശുവിന് ഇഷ്ടപ്പെടുന്ന യാഗം. എന്നാൽ നീ വന്നു ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നു എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും പോയി, ദൈവം അത് അനുഗ്രഹിക്കത്തില്ല. നന്മ ചെയ്യുന്നില്ലെങ്കിൽ പാപം നിന്റെ വാതിൽക്കൽ കിടക്കും. അതുകൊണ്ട് യേശുവിന്റെ മക്കൾ എന്നുള്ള ഒരു വ്യക്തി വളരെ ഭദ്രമായിരിക്കണം. നിന്റെ വാക്കുകളിൽ വിശ്വസ്തയായിരിക്കണം, നിന്റെ പ്രവൃത്തിയിൽ വിശ്വസ്തയായിരിക്കണം, നീ പോകുന്നിടത്ത് വിശ്വസ്തയായിരിക്കണം, നീ വരുന്നിടത്ത് വിശ്വസ്തയായിരിക്കണം, നിന്റെ ആയ എല്ലാ കാര്യത്തിലും വിശ്വസ്തയായിരിക്കണം. ഇല്ലെങ്കിൽ പാപം വാതിൽക്കൽ കിടക്കും. പാപം വാതിൽക്കൽ കിടക്കുമ്പോൾ അതിന്റെ ആഗ്രഹം ിലേക്കാകുന്നു. പാപത്തെ നീ കീഴടക്കണം. നീ പാപത്തെ കീഴടക്കിയില്ലെങ്കിൽ വരാൻ പോകുന്ന പ്രയാസം വലുതാ. ഇന്ന് പലരും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്, എന്നാൽ വീട് വിട്ടത് പോകത്തില്ല. വീട് ഇല്ലായ്മ ചെയ്ത് തകർത്ത് മുടിച്ചിട്ട് അത് പോകത്തുള്ളൂ. പാപം വാതിൽക്കൽ കിടന്നത് കൊണ്ട് കയീൻ തന്റെ സ്വന്തം അനുജനെ നമുക്ക് രണ്ടുപേർക്കും വയലിലോട്ട് പോകാന്നും പറഞ്ഞ് വിളിച്ചു, കൂട്ടിക്കൊണ്ടുപോയി. അവർ വയലിലിരിക്കുമ്പോൾ കയീൻ തന്റെ അനുജനായ ആബേലിനോട് കയർത്ത് അവനെ കൊന്നു. രണ്ടുപേരും ചെയ്ത ഒരേ ജോലിയുടെ പ്രതിഫലമാണ് ഇവിടെ കണ്ടത്. കാരണം യേശുവിന്റെ മുമ്പിൽ യാഗമർപ്പിക്കാൻ വന്നപ്പോ ഒരുവൻ നല്ലത് ചെയ്തു, ഒരുവൻ കൃഷിഫലത്തിലെ ദോഷമായത് കൊണ്ട് കൊടുത്തു. ഇവിടെ വന്ന പിണക്കം വയലിൽ കൊണ്ടുപോയി കൊന്നുകളഞ്ഞു. ഒരുവൻ യേശുവിനെ സ്നേഹിച്ചാൽ പ്രയാസം, ഒരുവൻ യേശുവിനെ കുതിച്ചാൽ പ്രയാസം. അങ്ങനെയുള്ള കുറ്റങ്ങൾ കൊണ്ട് അന്ന് ജഡപ്രകാരം അവനെ അനുജനെ കൊണ്ട് വയലിൽ കൊന്നെങ്കിൽ ഇന്ന് ആത്മീക പ്രകാരം മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇവന്റെ വിശ്വാസം മരിച്ചു പോകും, ഇവന്റെ പ്രത്യാശ മരിച്ചു പോകും. എന്നിട്ട് വൈരാഗ്യം വാശി ഇവന്റെ ഹൃദയത്തിൽ വെക്കും.